ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയായിരുന്നു നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ വ്യാപകമായി കൊണ്ട് പ്രചരിച്ചത്. അതായത് നെയ്മർ ജൂനിയർ വിരമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അടുത്ത വേൾഡ് കപ്പിന് പോവുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയറുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ നെയ്മർക്ക് വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ ഇപ്പോഴും സ്ഥാനം ഉറപ്പില്ല. അങ്ങനെ ബ്രസീലിന്റെ ടീമിൽ ഇടം നേടാൻ സാധിക്കാതെ പോയാൽ നെയ്മർ ജൂനിയർ ഉടൻ തന്നെ വിരമിക്കും, ബ്രസീലിന്റെ ദേശീയ ടീമിൽ നിന്നും വിരമിക്കും എന്ന തരത്തിലുള്ള റൂമറായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. ഇത് വ്യാപകമായി കൊണ്ട് പ്രചരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിലെ സത്യാവസ്ഥ നെയ്മർ ജൂനിയർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ റൂമറിൽ യാതൊരുവിധ കഴമ്പുമില്ല, ഇതെല്ലാം നുണകളാണ് എന്നാണ് നെയ്മർ ജൂനിയറുടെ കമന്റ് ആയിക്കൊണ്ട് വരുന്നത്. അങ്ങനെ വിരമിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് താൻ തന്നെ പറയുമെന്ന് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതെല്ലാം നുണകളാണ്. ഞാൻ ഫുട്ബോൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഫുട്ബോൾ ആരാധകരുടെ ഹൃദയങ്ങളിലേക്ക് സന്തോഷം എത്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഏറ്റവും മികച്ചത് ചെയ്യും. അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഇതാണ് നെയ്മർ ജൂനിയറുടെ കമന്റ് ആയിക്കൊണ്ട് വരുന്നത്. ഈ റൂമറിനെ പാടെ നെയ്മർ ജൂനിയർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതായത് നിലവിൽ വിരമിക്കാൻ ഉദ്ദേശമില്ലെന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രയത്നിക്കുന്നത്. ഇന്നത്തെ സാന്റോസിന്റെ മത്സരത്തിലും നെയ്മർ കളിച്ചിട്ടില്ല, പക്ഷെ വിജയം നേടാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മത്സരം സിന്തറ്റിക് ടർഫിലായതിനാൽ ആ മത്സരത്തിലും നെയ്മർ കളിക്കാൻ സാധ്യതയില്ല. അതിനുശേഷമുള്ള മത്സരത്തിലായിരിക്കും നെയ്മർ തിരിച്ചു വരിക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.